നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ വീറും വാശിയുമെല്ലാം പ്രവാസ ലോകത്തും പ്രകടമാണ്. അക്കരെ നിന്നൊരു വോട്ടിൽ ഇന്ന് വടകര മണ്ഡലത്തെക്കുറിച്ചാണ് പ്രവാസികൾ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് സിറാജ് പള്ളിക്കരയുടെ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. അക്കരെ നിന്നൊരു വോട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലേത്. കേരള രാഷ്ട്രീയത്തിലെ രണ്ടധികാരന്മാർ കെ മുരളീധരനും സഖാവ് പി ജയരാജനും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലം. സാധാരണക്കാരായ വടകര സ്വദേശികളായ പ്രവാസികൾ ധാരാളമുണ്ട് പ്രവാസ ലോകത്ത്. അവർ ഈ മണ്ഡലത്തിലെ ജയപരാജയ സാധ്യതകളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അന്വേഷിച്ചറിയാം. വടകര നിയോജക മണ്ഡലത്തിൽ മുരളീധരൻ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. RMPയുടെയും അല്ലാതെ ജനങ്ങളുടെയും സപ്പോർട്ടുകൾ മുരളീധരന് 100% ആയിട്ടുണ്ട്. സഖാവ് പി ജയരാജൻ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അക്രമ രാഷ്ട്രീയമൊന്നും പിന്നെ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് ഒരുപാട് വ്യാജ പ്രചാരണങ്ങളും കാര്യങ്ങളും ഇറങ്ങുന്നുണ്ട്. പക്ഷേ ശരിക്കുള്ള സത്യാവസ്ഥ ഈ ഇലക്ഷനിലൂടെ തന്നെ എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റും. വടകര മണ്ഡലത്തിൽ കെ മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയാണ്. മുരളീധരൻ വിജയിക്കേണ്ടതാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആര് ജയിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അക്രമ രാഷ്ട്രീയം ഇല്ലാത്ത ആരാലും കുഴപ്പമില്ല. ഞങ്ങളെല്ലാം അഭിപ്രായത്തിൽ മുരളീധരനാണ്. ഇപ്പോൾ അവിടെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഉള്ളൊരു ഇതാണ്. അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മുരളീധരനാണ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഭരണ ഒരു മാറ്റം എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടും പിന്നെ മറ്റുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മുരളീധരന് ജയിക്കാൻ എന്നതാണുള്ളത്. വടകര ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. എന്നൊക്കെ ഇടതുപക്ഷം ശക്തമായ വെല്ലുവിളികളെ നേരിട്ടോ ആ സമയത്തൊക്കെ ഇടതുപക്ഷം വിജയിച്ച ചരിത്രമേ വടകരയ്ക്കുള്ളൂ. പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയ കോലീബി സഖ്യം ഉള്ള സമയത്ത് പോലും വടകര ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് നിന്നത്. മണ്ഡലത്തിൽ ഇത്തവണ പി ജയരാജൻ ജയിക്കുന്നതാണ് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ LJDയുടെ വോട്ട് ഷെയറും ഇതൊക്കെ വരുവാണെങ്കിൽ പി ജയരാജൻ ജയിക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ IRPCൻ്റെ ഒക്കെ കുറേ ഇതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് PJക്ക് നല്ലൊരു ജനസമ്മതി അവിടെ ഉണ്ട്. കടുത്ത മത്സരമായിരിക്കണം ഈ വർഷം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ തലശ്ശേരി കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങൾ LDFന് മുൻഗണനയുള്ളത് കൊണ്ട് ജയരാജന് മുൻതൂക്കം ഉള്ളതായിരിക്കും. പക്ഷേ കോൺഗ്രസിന് നല്ലൊരു വർക്കിംഗ് കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ വിജയം കൈവരിക്കാവുന്നതാണ്. പ്രവചനാതീതമാണെങ്കിലും വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ജനവിധി ആർക്കൊപ്പമായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് പ്രവാസികളും. ക്യാമറ പേഴ്സൺ ആൻ്റണിയോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.